നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിൻ്റെ പുതുവർഷത്തിലേക്ക് സ്വാഗതം. UK 2026 ആഹ്ലാദത്തോടെ വരവേറ്റു. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളെയും പോലെ UK 2026 പുതുവർഷത്തെ വർണ്ണാഭമായി വരവേറ്റു. ലണ്ടനിൽ ലണ്ടൻ ഐക്ക് സമീപം തേംസ് നദിയുടെ തീരത്ത് ഏകദേശം 1,00,000-ലധികം ആളുകൾ തടിച്ചുകൂടി ഫയർവർക്സ് പ്രകടനം ആസ്വദിച്ചു. എഡിൻബർഗിൽ കഴിഞ്ഞ വർഷം മോശം കാലാവസ്ഥ കാരണം റദ്ദാക്കിയ ഹോഗ്മനെ ആഘോഷങ്ങൾ തിരിച്ചെത്തി. ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിലെ ആകർഷകമായ ഡിസ്പ്ലേകളോടൊപ്പം പടക്കം പൊട്ടിച്ചും ഡ്രംസ് മുഴക്കിയും മണിമുഴക്കിയും 2026 സ്വാഗതം ചെയ്തു. UKയിൽ അതിശൈത്യം. NHS അസാധാരണ സമ്മർദ്ദത്തിൽ. UKയിലെ നാഷണൽ ഹെൽത്ത് സർവീസ് അതിശക്തമായ സമ്മർദ്ദത്തിലാണ്. രാജ്യമെമ്പാടും ആംബർ കോൾഡ് ഹെൽത്ത് അലർട്ടുകൾ പുറപ്പെടുവിച്ചതോടെ പുതുവർഷത്തിൽ രോഗികളുടെ വർധനവ് പ്രതീക്ഷിക്കുന്നു. ഫ്ലൂ ബാധിതരായ രോഗികളുടെ എണ്ണം ആശുപത്രികളിൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും താപനില ഗണ്യമായി കുറയുമെന്നതിനാൽ ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. ഡിസംബർ 21 അവസാനിച്ച ആഴ്ചയിൽ ദിവസവും ശരാശരി 3061 ഫ്ലൂ രോഗികളായിരുന്നു ആശുപത്രികളിൽ. 95% കിടക്കകളും നിറഞ്ഞു കിടക്കുകയാണ്. ആംബർ ഹെൽത്ത് അലർട്ടുകൾ ആരോഗ്യ സാമൂഹിക പരിചരണ സേവനങ്ങൾ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പ്രായമുള്ളവർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും തണുപ്പ്, ഹൃദയാഘാതം, പക്ഷാഘാതം, ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ എന്നിവയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഇംഗ്ലണ്ടിൽ കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് വാക്സിൻ. പുതിയ പൈലറ്റ് പദ്ധതിക്ക് ആരംഭം. ഇംഗ്ലണ്ടിൽ മരണകാരണമാകുന്ന രോഗങ്ങൾക്കെതിരെ സംരക്ഷണം ലഭിക്കാത്ത കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ വാക്സിൻ നൽകുന്ന ഒരു പുതിയ പൈലറ്റ് പദ്ധതി ആരംഭിച്ചു. പ്രൈമറി സ്കൂളിൽ പ്രവേശിക്കുന്ന 1/5 കുട്ടികൾക്ക് ഗുരുതരമായ രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി ലഭിക്കാത്തതിൽ ആശങ്കയുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് കൂട്ടായ പ്രതിരോധശേഷിക്ക് കുറഞ്ഞത് 95% കുട്ടികൾക്കെങ്കിലും വാക്സിൻ ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ 2024-25 കാലയളവിൽ ഇംഗ്ലണ്ടിലെ പ്രധാന ബാലജന വാക്സിനുകളിൽ ഒന്നും ഈ ലക്ഷ്യം നേടിയിട്ടില്ല. പദ്ധതിയുടെ ഭാഗമായി ഹെൽത്ത് വിസിറ്റർമാർ വാക്സിൻ ലഭിക്കാൻ സാധ്യതയില്ലാത്ത കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് വീട്ടിൽ സന്ദർശനം നടത്തി കുത്തിവയ്പ്പുകൾ നൽകും. ഇത് കുട്ടികളുടെ വാക്സിനേഷൻ നിരക്ക് വർദ്ധിപ്പിക്കാനും രോഗങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും ലക്ഷ്യമിടുന്നു. ജീവിതച്ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതിയോടെ സ്റ്റാർമർ പുതുവർഷം ആരംഭിക്കുന്നു. ജീവിതച്ചെലവ് കുറയ്ക്കുന്നതിനായി കെയർ സ്റ്റാർമർ ഒരു പുതിയ പദ്ധതി അവതരിപ്പിക്കുന്നു. ഇത് വോട്ടർമാരെയും MPമാരെയും ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നു. ഊർജ്ജ ബിൽ, പലിശ നിരക്ക് എന്നിവയിലെ കുറവുകൾ കൂടാതെ 2 കുട്ടികൾക്ക് താഴെയുള്ളവർക്കുള്ള ആനുകൂല്യങ്ങളുടെ പരിധി നീക്കം ചെയ്യൽ എന്നിവ പ്രധാനമന്ത്രി ഊന്നിപ്പറയും. 2026 സാമ്പത്തിക വർഷം വോട്ടർമാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ കഴിയുമെന്നും പുനരുജ്ജീവനത്തിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള സർക്കാർ നടപടികൾ എടുത്തു പറയുമെന്നും രാജ്യത്തെ തകർച്ചയിൽ നിന്നും ഭിന്നതയിൽ നിന്നും തിരികെ കൊണ്ടുവരുമെന്നും സ്റ്റാർമർ കൂട്ടിച്ചേർത്തു. UKയിലെ മലയാളിയെ തേടി ഇന്റർപോൾ റെഡ് നോട്ടീസ്. കോടികളുടെ മയക്കുമരുന്ന് കടത്ത്. കൊച്ചിയിൽ പിടികൂടിയ വൻ ലഹരിമരുന്ന് വേട്ടയുടെ ഉറവിടം UK ഓസ്ട്രേലിയൻ മലയാളികളാണെന്ന് കുറ്റപത്രം. UKയിലെ ഹള്ളിലെ കൊറിയർ വെയർഹൌസിൽ ജോലി ചെയ്യുന്ന സന്ദീപ് സജീവിനെ തേടി ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് എത്താൻ സാധ്യതയുണ്ട്. ആദ്യമായാണ് ഒരു UK മലയാളിക്കെതിരെ മയക്കുമരുന്ന് കേസിൽ ഇന്റർപോൾ സഹായത്തോടെ ഇങ്ങനെയൊരു നീക്കം നടക്കുന്നത്. 2021 നടന്ന ഈ സംഭവത്തിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണമാണ് UKയിൽ നിന്നും LSD സ്റ്റാമ്പ് കേരളത്തിൽ എത്തിക്കുന്നത് ഹള്ളിൽ നിന്നും സന്ദീപാണ് എന്ന വിവരം പുറത്താകുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നുള്ള ഓർഡറുകൾക്ക് അനുസരിച്ച് സന്ദീപിന്റെ ഹള്ളിലെ വിലാസത്തിൽ LSD സ്റ്റാമ്പുകൾ എത്തുകയും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് സ്പീഡ് പോസ്റ്റിൽ അയക്കുകയുമാണ് ചെയ്തിരുന്നത്. ഓസ്ട്രേലിയയിലിരുന്ന് ഹരികൃഷ്ണൻ എന്നയാൾ ക്രിപ്റ്റോ കറൻസി വഴി പണമിടപാടുകൾ നിയന്ത്രിക്കുന്നു. ഈ സംഘം കോടികളുടെ ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് സംശയിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവരാണ് ഈ സംഘത്തിലെ പ്രധാനികൾ. UKയിൽ ഡ്രഗ് പാർട്ടികൾ നടത്തിയോ എന്നതും സന്ദീപിന്റെ അറസ്റ്റിന് ശേഷം വ്യക്തമാക്കും. UK ഹൈവേ കോഡ് മാറ്റങ്ങൾ ഡ്രൈവർമാർ അവഗണിക്കുന്നു. MOT ടെസ്റ്റർമാർക്ക് കർശന നിയമം. UKയിലെ റോഡുകളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതായി അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. 4 വർഷം മുൻപ് നടപ്പിലാക്കിയ ഹൈവേ കോഡിലെ മാറ്റങ്ങൾ ഇപ്പോഴും ഭൂരിഭാഗം ഡ്രൈവർമാർക്കും അറിയാത്തതാണ് ഇതിന് പ്രധാന കാരണം. കാൽനട യാത്രക്കാരെയും സൈക്കിൾ യാത്രികരെയും സംരക്ഷിക്കുന്ന നിയമങ്ങളെ ഡ്രൈവർമാർ അവഗണിക്കുന്നു. പഠനങ്ങൾ അനുസരിച്ച് കവലകളിൽ കാൽനട യാത്രക്കാർക്ക് വഴിമാറിക്കൊടുക്കാൻ 42% ഡ്രൈവർമാർ മാത്രമാണ് തയ്യാറാകുന്നത്. 61% ഡ്രൈവർമാരും നിയമങ്ങളെക്കുറിച്ച് വായിച്ചിട്ടില്ലെന്നും പുതിയ നിയമങ്ങൾ കാൽനട യാത്രക്കാർക്ക് കൂടുതൽ അപകടമുണ്ടാക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബോധവൽക്കരണ വീഡിയോ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്.
കൂടാതെ MOT ടെസ്റ്റർമാർക്കും ഉദ്യോഗസ്ഥർക്കും കർശന നിയന്ത്രണങ്ങളുമായി പുതിയ നിയമങ്ങൾ ജനുവരി 9 മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് വ്യാജ MOT സർട്ടിഫിക്കറ്റുകൾ തടയാനും സുതാര്യത ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. വ്യാജ അപ്പോയിൻമെൻറ്റുകൾ, ഡോക്ടർക്ക് സസ്പെൻഷൻ. നോട്ടിംഗ്ഹാമിൽ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി രോഗികളുമായി വ്യാജ അപ്പോയിൻമെൻറ്റുകൾ രേഖപ്പെടുത്തിയ ഡോക്ടർക്ക് സസ്പെൻഷൻ. ഡോക്ടർ ഹെലൻ ഐസൻഹോവർ എന്ന 43 വയസ്സുകാരിയെ 5 മാസത്തേക്കാണ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയത്. അവസാന നിമിഷം ബുക്ക് ചെയ്യുന്ന കൺസൾട്ടേഷനുകൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് തടസ്സമാകുമെന്ന് ഭയന്നാണ് ഡോക്ടർ ഈ പ്രവൃത്തി ചെയ്തത്. സഹപ്രവർത്തകർ ബുക്കിംഗ് ക്രമീകരണത്തിലെ അപാകതകൾ കണ്ടെത്തുകയും അവർക്കെതിരെ അന്വേഷണം നടക്കുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. സത്യസന്ധമല്ലാത്ത പ്രവൃത്തികളിലൂടെ ഡോക്ടർ രോഗികളുടെ സുരക്ഷയെ അവഗണിച്ചെന്നും സഹപ്രവർത്തകരോട് കളവ് പറഞ്ഞെന്നും കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ജനറൽ മെഡിക്കൽ കൗൺസിൽ ഇവരെ സസ്പെൻഡ് ചെയ്തത്. ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തിൽ എമിറേറ്റ്സ് വിമാനം സാങ്കേതിക തകരാർ മൂലം തിരിച്ചിറക്കി. മലയാളികൾ അടക്കമുള്ള യാത്രക്കാർ കുടുങ്ങി. പുതുവത്സര ആഘോഷങ്ങൾക്കിടെ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ എയർബസ് A380 വിമാനം സാങ്കേതിക തകരാർ കാരണം തിരിച്ചിറക്കി. ഡിസംബർ 31 ഉച്ചയ്ക്ക് 2:32 പുറപ്പെട്ട വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ലാൻഡിംഗ് ഗിയർ വാതിലിൽ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലണ്ടൻ ആകാശത്ത് 1 മണിക്കൂറിലധികം വട്ടമിട്ട് പറന്നു. ഈ സമയം ഇന്ധനം പുറന്തള്ളിക്കൊണ്ട് വിമാനം ഭാരം കുറച്ചു. യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുന്നേരം 4:28 വിമാനം ഹീത്രൂവിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എമിറേറ്റ്സ് ക്ഷമ ചോദിക്കുകയും മറ്റു വിമാനങ്ങൾ യാത്ര തുടരാൻ സൗകര്യമൊരുക്കുമെന്നും അറിയിച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് പ്രധാനമെന്ന് എമിറേറ്റ്സ് വക്താവും വ്യക്തമാക്കി. നാട്ടിലേക്ക് പുതുവർഷ ആഘോഷത്തിനായി പോയിരുന്ന നൂറുകണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള 500 യാത്രക്കാർ ഈ സംഭവത്തിൽ കുടുങ്ങിയിരുന്നു. ഹീത്രൂ പ്രദേശത്തെ ഹോട്ടലുകളിൽ തങ്ങി പുതുവർഷം ആഘോഷിക്കേണ്ടി വന്നു ഇവർക്ക്. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഇംഗ്ലണ്ടിൽ റിപ്പോർട്ട് ചെയ്തത് ആയിരക്കണക്കിന് സംഭവങ്ങൾ. ഇംഗ്ലണ്ടിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങളും ഭീഷണികളും ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ അഭ്യർത്ഥനകൾ വഴി ലഭിച്ച ഡേറ്റ അനുസരിച്ച് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മാത്രം ജീവനക്കാർക്കെതിരായ ആക്രമണങ്ങൾ 5-1 ഉയർന്നു. 2022 അപേക്ഷിച്ച് 2024 20% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 15,000-ലധികം സംഭവങ്ങളുടെ വർധനവിന് കാരണമായി. ഒരു പ്രത്യേക NHS ട്രസ്റ്റിൽ ഒരു വർഷം മാത്രം 8,000-ലധികം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ ലൈംഗിക അതിക്രമങ്ങളും ഉൾപ്പെടുന്നു. രോഗികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ശാരീരിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി സർവേകളും സൂചിപ്പിക്കുന്നു. മാനസികാരോഗ്യ സേവനങ്ങൾ നൽകുന്ന ട്രസ്റ്റുകളിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.